ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രിക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡിഗ്രിക്കാരും എന്താണ് ഒരുമിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഇടി നടത്തുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാര്യം പരിചയപ്പെടുത്തുക ആണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പലരും ഇത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് എല്ലാവരും എഴുതുന്ന എക്സാമുകൾ ഇങ്ങനെ എഴുതുകയാണ്, പുതുതായിട്ട് അല്ലെങ്കിൽ നമുക്ക് മാത്രം എഴുതാൻ കഴിയുന്ന എക്സാമുകളെ അറിയാതെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ അറിയാതെ പോകരുത് മക്കളെ. നമുക്ക് 2026 BSc എടുത്തവരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കേരള ഡയറി ഡെവലപ്മെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് ഈ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ഇയറിൽ വന്നത് 2022 കേട്ടോ. 2022 നമുക്ക് ഈ ഒരു എക്സാമിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ എന്താണ് വളരെ കുറച്ച് പേര് അറിഞ്ഞു. ഓക്കെ, 2022 എന്ന് ആലോചിക്കണം. 2026 പലരും അറിയാത്തവരുണ്ട്. അപ്പോൾ അന്ന് എന്താണ് വന്നതനുസരിച്ച് അപ്ലൈ ചെയ്തു, പലരും അപ്ലൈ ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാലറി പാക്കേജ് ഒന്ന് നോക്കിക്കേ. 35,600 മുതൽ 75,400 വരെ. ഓക്കെ, നമുക്കൊരു 3,4 ലക്ഷത്തോളം രൂപയെ നമുക്ക് എന്ത് ചെയ്യാം, സാലറി ആയിട്ട് വാങ്ങിക്കാം. ഓക്കെ, തുടക്കമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ചെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല സാലറി പാക്കേജ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്താണ്, നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റും കാര്യങ്ങളും കൂടി നമുക്ക് ലാസ്റ്റ് ഇയറിൽ ഒന്ന് നോക്കാം. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 19 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയാണ് പറയുന്നത്. 19 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തിന് OBC ആണ് അല്ലെങ്കിൽ SC ST അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 3 വർഷം അതുപോലെ തന്നെ 5 വർഷം ഇളവും വരുന്നുണ്ട്. ഏകദേശം എന്താണ് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ OBC ആണെന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്നവരാണ് നമ്മൾ എന്താണ് ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതാവുന്ന ഒരു എക്സാം ആണ്. ട്രൈ ചെയ്ത് നോക്കാം മീൻസ് ലാസ്റ്റ് എല്ലാം അവസാനിപ്പിച്ചു, ഇനി എനിക്ക് ഏജ് ലിമിറ്റ് ഒക്കെ ഓവർ ആവാൻ പോവാണ് എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്യുക, ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി കിട്ടാനായിട്ട് കഴിയുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡയറി റിലേറ്റഡ് ആണ്, 20 മാർക്ക്. ആൻഡ് ദെൻ സയൻസ് ഇഷ്ടമുള്ളവർക്ക്, അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഓൾസോ മാത്സ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഈ ഒരു അവസരം എന്ന് പറയുന്നത് അല്ലേ. പലർക്കും എന്താണ് ഈ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുമ്പോൾ അല്ലെ പഠിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ട്. ഓക്കെ, ഉള്ളവര് നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്, അപ്പൊ അല്ലാത്ത ഒരു സെറ്റ് ഓഫ് ആളുകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നല്ല ഒരു അവസരമാണ്. നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള എക്സാം ആണ് എന്ന് ഞാൻ പറയും. കാര്യം എന്താ, സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതായത് സുവോളജി പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടണി പോർഷനും ഉണ്ട്, ആൻഡ് ഓൾസോ മാത്സ്. ഇതിൽ നിന്നും നമുക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മലയാളം വരുന്നില്ല, ഇംഗ്ലീഷ് വരുന്നില്ല, അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. അപ്പം വളരെ ഭംഗിയായിട്ട് സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പഠിച്ചെടുത്ത് വിജയിക്കുവാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഗ്രാജുവേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ ഇനി ഗ്രാജുവേഷൻ നിങ്ങൾ BA അങ്ങനെ എന്തെങ്കിലും ആണ് എടുത്തത്, BSc അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 സയൻസ് അല്ലെങ്കിൽ ബയോളജി സബ്ജക്റ്റ് മെയിനായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് മിസ്സാക്കരുത്. 2022 നമുക്ക് എന്ത് വന്നു, നോട്ടിഫിക്കേഷൻ വന്നു. 2023 നമുക്ക് എക്സാം വന്നു. ഓക്കെ, ആൻഡ് ദെൻ റാങ്ക് ലിസ്റ്റ് 2024 വന്നു. ആൻഡ് ദെൻ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണ് കേട്ടോ. 2027 ഡിസംബർ വരെ ആക്റ്റീവ് ആയിരിക്കും.
അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വീഴുന്ന സമയം കണക്കാക്കി നോക്കുമ്പോൾ ഉറപ്പായിട്ടും 2026 ഈ വർഷം ഒരു 2 മാസം അങ്ങേയറ്റം ഒരു മെയ് ജൂണിനുള്ളിൽ നമുക്ക് എന്ത് വരും, നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കുന്നതിനേക്കാളും എന്താണ്, വളരെ കൃത്യമായ സിലബസ് തന്നൊരു എക്സാം ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളിത് മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്ക് തന്നെ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള എല്ലാ പഠനങ്ങൾക്കും ASZB അക്കാഡമി നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കോഴ്സുകളുമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.